ഈ 2000 രൂപ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നപ്പോൾ 600 രൂപയായിരുന്നു, അത് 2000 രൂപയാക്കി കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തത്. കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്നലെ വന്നു. നമുക്കറിയാം, ചരിത്ര നേട്ടമാണ് UDF കുറിച്ചിരിക്കുന്നത്. അതായത് ജയിച്ചവരുടെ എല്ലാവരുടെയും ഒരു ആവറേജ് ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ 15,000-ന് മേളിലാണ്. തൂത്തുവാരി പിടിക്കുകയായിരുന്നു. അതായത് 140 അസംബ്ലി സീറ്റിൽ 102ഓളം തൂക്കിയിരിക്കുന്നു. അതിനകത്ത് 80 സീറ്റോളം ഏകദേശം കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നു. BJPക്കാർക്കും സന്തോഷിക്കേണ്ട കാര്യമായിരിക്കുന്നു. കാര്യം അവർ 3 സീറ്റ് അസംബ്ലി നേടിയിരിക്കുന്നു. അതിൽ 2 സീറ്റും മന്ത്രിമാരെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് നേമത്ത് വിദ്യാഭ്യാസ മന്ത്രിയെയും, കഴക്കൂട്ടത്ത് നമ്മുടെ അമ്പലം വിഴുങ്ങി അദ്ദേഹത്തിൻ്റെ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അത് കടകംപള്ളി ഏകദേശം 300 ചില്വാനം വോട്ടുകൾക്കാണ് തോറ്റെങ്കിലും തോൽവി തന്നെ. നേമത്ത് ഏകദേശം 4,900 വോട്ടുകൾക്കാണ്. അതുപോലെ തന്നെ ചാത്തന്നൂർ 4,300 വോട്ടുകൾക്കാണ് BJPക്കാർ ജയിച്ചിരിക്കുന്നത്. അങ്ങനെ BJPക്കാർക്കും സന്തോഷിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ട്. കോൺഗ്രസ്സുകാരെ പിന്നെ പറയേണ്ട കാര്യമില്ല, അതൊരു ചരിത്രമാക്കി മാറ്റി കോൺഗ്രസ്സുകാർ. പക്ഷെങ്കിൽ ഞാൻ ഇവിടെ സന്തോഷിക്കുന്നത് ഒരു 3 പേരുടെ വിജയത്തിലാണ് ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിക്കുന്നത്. കാര്യം ഞാൻ ഈ വോട്ടെണ്ണുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു, അച്ഛാ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ ജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്ര നേട്ടമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അടിയന്തരാവസ്ഥക്കാലത്ത് CPM അംഗമായ V കുഞ്ഞികൃഷ്ണൻ 50 വർഷത്തെ പാർട്ടി ജീവിതം ഇനിയില്ലെന്ന് ഉറപ്പിച്ചാണ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. 4 കൊല്ലം പാർട്ടിക്കുള്ളിൽ പോരാട്ടം നടത്തിയിട്ടും നീതിയില്ലെന്ന് ഉറപ്പായതോടെയാണ് കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ എല്ലാം ജനങ്ങളോട് പറയുന്നത്. ഒരു രക്തസാക്ഷിയുടെ പേരിലാണ്. ആ ചെക്ക് പരിശോധിച്ചപ്പോൾ അത് ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റി വിഡ്രോ ചെയ്തു പോവുകയാണ് ചെയ്തത്. സഹകരണ ജീവനക്കാർ 1 മാസത്തെ വേതനം ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിരുന്നു. അത് 70 ലക്ഷം റുപ്യ വരും. അത് വരവിലേ ഇല്ല. ഈ ധനരാജ് ഫണ്ട്, കെട്ടിട നിർമ്മാണ ഫണ്ട് പ്രവർത്തനം നടക്കുമ്പോൾ ഏരിയ സെക്രട്ടറി TI മധുസൂദനാണ്, ഇപ്പോഴത്തെ MLA. നമുക്കറിയാം, ഇലക്ഷന് മുമ്പ് വലിയൊരു ന്യൂസ് വന്നു. എന്താണ്? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. നമുക്കറിയാം, കമ്മ്യൂണിസം എന്ന് പറയുന്ന ചിന്താഗതി, അതിൻ്റെ ബേസ്മെൻ്റ് എന്താണ്? രക്തസാക്ഷികളാണ്, അല്ലേ? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളാണ്. രക്തസാക്ഷികളില്ലെങ്കിൽ കമ്മ്യൂണിസമില്ല. ആ രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിയത്, അല്ലെങ്കിൽ കൈയിട്ട് വാരിയത്, മോഷണം നടത്തിയത് കണക്ക് സഹിതം നേതാക്കളെ ബോധിപ്പിച്ചപ്പോൾ പിണറായി, ഗോവിന്ദൻ, രാജേഷ് ഉൾപ്പെടെയുള്ള കോമരങ്ങൾ, കമ്മ്യൂണിസ്റ്റ് കോമര ഭൂഷ്വാസികൾ അദ്ദേഹത്തിനെ, കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കള്ളനാക്കി, സ്വജനപക്ഷപാതിയാക്കി, അധികാരമോഹിയാക്കി, അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ടാർണിഷ് ചെയ്തു, അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് കള്ളനെന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടു. ജനങ്ങൾ ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം ഭയങ്കര പ്രചാരം നേടി. കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളത്തരങ്ങളും കൈയിട്ട് വാരലുകളും നേരിട്ട് എഴുതിയൊരു പുസ്തകമാണ്. അത് ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. അദ്ദേഹം പയ്യന്നൂരിൽ മത്സരിച്ചു. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയാണ് മത്സരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. സ്വജനപക്ഷപാതമല്ലേ, ഭാര്യയാണ് അവിടെ മത്സരിപ്പിച്ചത്. അവിടെ 50,000-ൽ പരം ഭൂരിപക്ഷത്തിന് ജയിച്ച കമ്മ്യൂണിസ്റ്റിൻ്റെ സീറ്റാണ്. ആ സീറ്റിലാണ് അദ്ദേഹം ജയിച്ചത്. ഏകദേശം 7,000 ചില്വാനം വോട്ടുകൾക്കാണ് അദ്ദേഹം ജയിച്ചത്. അത് കമ്മ്യൂണിസത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാർക്കും അല്ലെങ്കിൽ ഭൂഷ്വകളായിട്ടുള്ള പിണറായിസത്തിനും എതിരായിട്ട് ജനങ്ങളുടെ വികാരം വോട്ടായിട്ട് രേഖപ്പെടുത്തിയാണ്. ഭയങ്കര സന്തോഷമുണ്ട് അദ്ദേഹം ജയിച്ചത്. രണ്ടാമത്തത് നമ്മുടെ സുധാകരൻ സാറ് അമ്പലപ്പുഴയിൽ, അദ്ദേഹം തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു സഖാവാണ്, വലിയൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം 27,000-ലധികം വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പയ്യന്നൂർ TK ഗോവിന്ദൻ, അദ്ദേഹവും 12,000-ലധികം വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയങ്കര ഒരു പ്രകടനമാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ആ ഇലക്ഷൻ ന്യൂസ്, അതായത് വോട്ടെണ്ണലിൻ്റെ ന്യൂസ് കണ്ടവർക്ക് മനസ്സിലാകും. 5 റൗണ്ട് വരെ 6 റൗണ്ട് വരെയാന്ന് തോന്നുന്നു പിണറായി 2ാം സ്ഥാനത്തായിരുന്നു. ഒരു പക്ഷെങ്കിൽ തോറ്റുപോകും എന്ന് വരെ വിചാരിച്ചു ആ സമയത്ത്.
അതുപോലത്തെ ഒരു ഭയങ്കര ഒരു ജനപ്രക്ഷോഭമായിരുന്നു കമ്മ്യൂണിസത്തിനെതിരെ നടന്നിരുന്നത്. ചരിത്രമായിരുന്നു. പിണറായിസത്തിനെതിരെയാണ് ഇവിടെ വോട്ട് നടന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ തിരിഞ്ഞത്. വെറും പിണറായിസത്തിനെതിരെ, വ്യക്തിപൂജയ്ക്കെതിരെ, കള്ളത്തരത്തിനെതിരെ, മോഷണത്തിനെതിരെ, പിടിച്ചുപറിക്കെതിരെ, ബൂർഷ്വാ ഭരണത്തിനെതിരെ, ഇതൊക്കെയായിരുന്നു. കാര്യം നിങ്ങൾക്കറിയാം, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഒരു പാവപ്പെട്ടവനാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴേലും ഏതെങ്കിലും ഒരു മന്ത്രിയെ കാണാൻ പറ്റുമോ? ഇല്ല. ബൂർഷ്വകളാണ്, ജനവിരുദ്ധതയാണ്, ജനത്തിൻ്റെ പുച്ഛത്തോടെയാണ് കണ്ടത്. അതിനൊരു മറുപടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഇതൊരു എളുപ്പ വഴിയല്ല. ഈ വിജയം കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര ഒരു വിജയമാണെങ്കിൽ തന്നെയും ഈ വിജയത്തെ നല്ല രീതിയിൽ കാണേണ്ട ഒരു അവസ്ഥയുണ്ട് കോൺഗ്രസ്സുകാർക്ക്. കാര്യം 2000 രൂപ സാമൂഹ്യനീതി പെൻഷൻ കമ്മ്യൂണിസ്റ്റുകാരാക്കിയിരിക്കുകയാണ്. 2000 രൂപ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. ഈ 2000 രൂപ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നപ്പോൾ 600 രൂപയായിരുന്നു, അത് 2000 രൂപയാക്കി കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണ നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ ഇക്കണോമിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖജനാവിലേക്ക് പൈസ ഒഴുകി വന്ന് അതിൻ്റെ മിച്ചമെടുത്ത് ഈ കൊടുക്കുന്ന രൂപയാണോ ഈ 2000, അതോ കടം മേടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നതാണോ ഈ 2000 രൂപ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം 600 രൂപയിൽ നിന്ന് 2000 രൂപ ആക്കി കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ നമ്മൾ അത് ചിന്തിക്കണം, അത് നല്ല കാര്യം. പക്ഷെങ്കിൽ അത് കടം മേടിച്ചാണോ കൊടുത്തത്, അതോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണ നേട്ടത്തെ കൊണ്ട് ഖജനാവിലേക്ക് പൈസ കുമിഞ്ഞുകൂടി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ കൂട്ടിയത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. സത്യം പറഞ്ഞാൽ ഈ 2000 രൂപ കമ്മ്യൂണിസ്റ്റുകാരാക്കിയത് വെറും കടം മേടിച്ച് മാത്രമാണ് ഈ പൈസ ജനങ്ങളിലേക്ക് 2000 ആക്കിക്കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 35,000 കോടി രൂപ കടമായിരിക്കുകയാണ് കേരളത്തിൻ്റെ സർക്കാരിന്. ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം കേരളം കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പോൾ ഒരിടത്ത് ചെന്ന് ഒരു 100 കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 70 കുടുംബവും പെൻഷൻ മേടിക്കാത്തവരായിരിക്കും. അതിനകത്ത് ഒരു 30 കുടുംബം മാത്രമേ ഉള്ളൂ പെൻഷൻ മേടിക്കുന്നുള്ളൂ. ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഭൂഷ്വാസിയാണ്, ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം ഒരു ചെറിയ സിനിമ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന് കാറ് ബിസിനസ്സുണ്ട്, അദ്ദേഹത്തിന് 4-5 ബസ്സുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ സാമൂഹ്യനീതി പെൻഷൻ മേടിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകാരാണോ ഭൂഷ്വകളാണോ അതൊന്നും നോക്കണ്ട, പെൻഷൻ കിട്ടും. അപ്പോൾ കടം മേടിച്ച് ഖജനാവ് കൊള്ളയടിച്ച് പൈസ ജനങ്ങൾക്ക് പെൻഷൻ കൂട്ടിക്കൊടുത്തു. അപ്പം ജനങ്ങൾ ഇതൊന്നും ചിന്തിക്കത്തില്ല. എങ്ങനെ ഇത് കടം മേടിച്ചാണോ ജനങ്ങൾക്ക് പൈസ കൊടുത്തത്, അതോ ഭരണത്തിൻ്റെ നേട്ടം കൊണ്ടാണോ പൈസ കൊടുത്തത്? ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ, കമ്മ്യൂണിസ്റ്റുകാരുടെ നേട്ടം കൊണ്ടാണ് ഈ 600 2000 ആക്കിയത്. സത്യം പറഞ്ഞാൽ കടം മേടിച്ച് ഖജനാവ് കാലിയാക്കിയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. പക്ഷെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഈ 2000 രൂപ കൊടുത്തേ പറ്റൂ. 1999 രൂപ ആക്കിക്കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന നായ്ക്കൾ അല്ലെങ്കിൽ നാറികൾ ഇവിടെ പ്രക്ഷോഭം ഉണ്ടാക്കും, ഇവിടെ ബോംബേറ് നടക്കും, ഇവിടെ ചരിത്രം ആവർത്തിക്കും, ഇവിടെ തൂറി നാറ്റിക്കും, ഇല്ലേ? അപ്പം കോൺഗ്രസ്സുകാർക്ക് ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല. കാര്യം പെൻഷൻ മേടിക്കുന്നവർ ചുരുക്കമാണെങ്കിൽ തന്നെയും ഇതൊരു ഭയങ്കര വികാരമാണ് സാമൂഹ്യനീതി പെൻഷൻ. അപ്പം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം ഇതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ നല്ലൊരു ഓഡിറ്റ് നടത്തിക്കൊണ്ട് ഈ സാമൂഹ്യനീതിയിൽ പെൻഷനിൽ കയറി പറ്റിയിരിക്കുന്ന ധനികരെ മാറ്റിക്കൊണ്ട് ഇതിന് അവകാശികൾക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഖജനാവിലേക്ക് പൈസ എങ്ങനെയാണ് വരുന്നത്? ആദ്യത്തെ ഘടകം എന്നാ, ടാക്സ് വാങ്ങുക. രണ്ടാമത്തെ എക്സൈസ്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, സ്റ്റാമ്പ് ഡ്യൂട്ടീസ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഖജനാവിലേക്ക് പൈസ വരുന്നത്. ഇതിനോടുപരി സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഫണ്ടും. ഇതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സമ്പാദ്യം, ബഡ്ജറ്റിലേക്ക് ഖജനാവിലേക്ക് വരുന്ന പൈസ. കാര്യം നമുക്ക് അഗ്രികൾച്ചറില്ല, ഇൻഡസ്ട്രിയലൈസേഷനില്ല, എക്സ്പോർട്ടില്ല, ഇമ്പോർട്ടില്ല. കേരളം എന്ന് പറയുന്നത് കൊച്ചു സംസ്ഥാനമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടാക്സ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഖജനാവിലേക്ക് പൈസ വരുള്ളൂ. നമുക്കറിയാം, ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണത്തിൽ 20% കേരളത്തിലാണ് ഉപയോഗിക്കുന്നത്.
അതായത് സ്വർണത്തിൻ്റെ ടാക്സ് നമുക്കറിയാം, ലക്ഷറി ടാക്സ് ആണ്, 3% GST. നല്ലൊരു ശതമാനം ടാക്സ് കിട്ടേണ്ടതാണ് നമ്മുടെ ഖജനാവിലേക്ക്. 2025 നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ സ്വർണം കയറ്റിയത് കേരളത്തിലായിരുന്നു. അത് 200% ഇരട്ടി വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൻ്റെ സ്വർണം ഇറക്കുമതി 200% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 30,000 കോടി രൂപ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടേണ്ട ആ ഒരു അവസ്ഥയിൽ ബഡ്ജറ്റിൽ വകവെച്ചിരിക്കുന്നത് വെറും 1000 കോടി രൂപയേ ഉള്ളൂ. അതായത് ഈ ടാക്സ് എല്ലാം കൊള്ളയടിച്ച് കമ്മ്യൂണിസ്റ്റ് കോമരങ്ങളുടെ പോക്കറ്റിലിടുകയാണ്. തന്മൂലം നമ്മളുടെ ഖജനാവ് കൊള്ളയടിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിനെ കൊള്ളയടിക്കുകയായിരുന്നു ഈ പാർട്ടി ചെയ്തത്. അപ്പം നല്ല രീതിയിലൊരു എഫിഷ്യൻ്റ് ഭരണമല്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഇതൊരു ഭയങ്കര വെല്ലുവിളിയാണ്. കാര്യം ഇനിയും സഖാക്കളെന്ന് പറയുന്ന നികൃഷ്ടജീവികളെ കൂട്ടോ അവരുടെ കൂടെയോ യാത്ര ചെയ്ത് ഈ ഭരണം നടത്താനാണെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്ര തോൽവിയായിരിക്കും. അതായത് നല്ലൊരു എഫിഷ്യൻ്റായിട്ടുള്ള ഭരണം, നല്ല രീതി ടാക്സ് കളക്ട് ചെയ്ത് ഫ്രോഡലൻസ് അതായത് കള്ളത്തരങ്ങൾ കുറച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. കാര്യം ഖജനാവിലൊന്നുമില്ല, ഖജനാവ് കാലിയാക്കിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ അത്രയ്ക്കും നരാധമന്മാരായിട്ട്, മോക്ഷണങ്ങളായിട്ട്, അമ്പലം വിഴുങ്ങികളായിട്ട് കുട്ടിച്ചോറാക്കി പോയിരിക്കുന്ന ഒരു ഖജനാവാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ അഹോരാത്രം കോൺഗ്രസ്സുകാർ പണിയെടുക്കണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ഒത്തിരി പറയാനുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കത്തില്ല. പക്ഷെങ്കിൽ നല്ലൊരു ഭരണം കോൺഗ്രസ്സുകാർ കാഴ്ചവെച്ച് ജനങ്ങൾക്ക് നന്മ വരുത്തും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നേതാക്കന്മാരായിട്ട് കോൺഗ്രസ്സുകാർ വാഴും, അല്ലെങ്കിൽ BJPക്കാർ വാഴും. നല്ലൊരു ഭരണം കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കാഴ്ചവെച്ച് കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്.